രണ്ട് വെൽത്ത്, മൂന്ന് ഹാപ്പിനെസ്, നാല് ലെഗസി. അല്ലേ? ഒരു മനുഷ്യന് എത്ര പണം ഉണ്ടായാലും എന്ത് വേണം? ആരോഗ്യം വേണം. അല്ലേ? ഇനി ആരോഗ്യം മാത്രം വേണം, പണം വേണം. ഇത് രണ്ടും എന്താണ്? ഈക്വൽ, രണ്ടും സെറ്റ്. ഇന്ന് ഇവിടെ നിങ്ങൾക്കല്ല ആരോഗ്യമുണ്ട്, പക്ഷെ എന്തില്ല? പണമില്ല. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? രണ്ടും വേണമല്ലോ. ഇത് രണ്ടും ഒരേപോലെ ഈക്വലായിട്ട് നൽകുന്ന ഒരു പ്രൊജക്റ്റിന്റെ പേരാണ് നമുക്ക് വാഴ്ത്താൻ ചന്ദ്രത്വം. ഇത് രണ്ടുണ്ടെങ്കിലോ എന്ത് കിട്ടി? സന്തോഷം. ദാറ്റ് മീൻസ് ശാന്തി, സമാധാനം, സന്തോഷം, ഹാപ്പിനെസ്. അല്ലേ? ഇത് മൂന്നും സെറ്റ്. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്തായാലും അവിടെ കൊണ്ടുവരും, അങ്ങ് മുകളിലോട്ട്. അല്ലേ? അപ്പൊ എന്ത് പറ്റി? നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടാം. എന്റെ ചോദ്യം, ഇന്ന് അങ്ങനെ കാഞ്ഞു പോയാൽ നിങ്ങളുടെ മക്കൾക്ക് എന്ത് കൊടുക്കും? ഒന്നുമില്ല. അല്ലേ? അച്ഛൻ വരുത്തിച്ച കടം വീട്ടാൻ വേണ്ടി മക്കൾ മക്കൾ എന്ന് പറയും, എനിക്കുണ്ടായിരുന്ന ഒരു അച്ഛൻ, എനിക്കുണ്ടായിരുന്ന ഒരു അമ്മ, പക്ഷെ എന്ത് കാര്യം? പേരിനൊരമ്മ, പേരിനൊരു അച്ഛൻ. അല്ലേ? ആ രീതിയിൽ മക്കൾ പറയാതിരിക്കുന്നത് എന്ത് വേണം? അവർക്ക് ഒരു അസറ്റ് നമ്മൾ ബെനിഫിറ്റ് കൊടുക്കണം. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര നാൾ വാങ്ങില്ലെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു പ്രൊജക്റ്റ് നിങ്ങൾ കേട്ടില്ലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്താണ് ആരോഗ്യം? എന്താണ് ആരോഗ്യം? എന്താ ആരോഗ്യം? അസുഖമില്ലാത്ത അവസ്ഥ. അല്ലെ? അസുഖമില്ലാത്ത ശരീരം. അല്ലെ? ഇങ്ങനെ പറയും, നമുക്ക് എല്ലാവർക്കും ദൈവം. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോ ടീച്ചർക്ക് ദൈവം ഒരു റോൾസ് റോയ്സ് കാറ് തന്നു, 5 കോടി രൂപയാണ്. ഇനി വേറെ ഒറ്റ കാറ് തരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മേം എന്ത് ചെയ്യും? ടീച്ചറെ ആ കാർ എല്ലാ ദിവസവും തുടക്കും. അല്ലെ? ഒരു സ്ക്രാച്ച് പറ്റാൻ സമ്മതിക്കില്ല, തട്ടില്ല, ഇടിക്കില്ല. അത് വളരെ സൂക്ഷിച്ചു കൊണ്ടുവരണം. ഇതേപോലെ ദൈവം നമുക്ക് തന്നൊരു കാറാണ്, വാഹനമാണ് എന്ത്? നമ്മുടെ ശരീരം. ഈ ശരീരം ഒരു തരത്തിൽ കുത്തി നോവിക്കാൻ ചെയ്യരുത് നമ്മൾ. അല്ലെ? അപ്പൊ എന്ത് വേണം? ആവശ്യമില്ലാത്തതൊന്നും കഴിക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത എനർജി സ്ട്രഗിൾ. നിങ്ങൾക്കറിയാം, അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർ ചോദിക്കും, ഡോക്ടർ എന്താ ചോദിക്കുക? ടെൻഷൻ ഇല്ല. അല്ലേ? ഈ ടെൻഷൻ എവിടെ വരുന്ന? ടെൻഷൻ എവിടുന്ന? കാശില്ല. അല്ലേ? അപ്പോ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യരുത്? ഒരു തരത്തിലും വിഷമം കൊടുക്കരുത്, വേണ്ടാത്തത് വലിച്ചോരി കഴിക്കരുത്. അപ്പൊ എന്ത് പറ്റി? ഈ ശരീരത്തെ ഒരു